കാർഷിക ജീവിതം ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് രാജസ്ഥാൻ അജ്മീർ പുഷ്കർ എന്നൊക്കെ പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് ആട് വളർത്തുന്ന കർഷകർ കൂട്ടം കൂട്ടമായിട്ട് ധാരാളം കർഷകർ ഇവിടെ താമസിക്കുന്നുണ്ട്. ആടുകൾ മാത്രമല്ല, പശുക്കൾ, പോത്തുകൾ, എരുമ തുടങ്ങി കാർഷിക വൃത്തിയായിട്ട് വളരെ സമ്പന്നമായ ഒരു സ്ഥലത്തിൽ കൂടിയാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ഇന്ന് പ്രത്യേകം യാത്ര ചെയ്യാനുള്ള ഒരു കാരണം തന്നെ നമ്മൾ ആട് വളർത്തുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ആഹാര രീതിയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനാണ്. തികച്ചും ഒരു വനാന്തരമായ ഒരു മേഖലയിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കുറേ അധികം യാത്ര ചെയ്ത് കഴിയുമ്പോൾ കൂട്ടം കൂട്ടമായി കർഷകർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ നല്ല നല്ല ക്വാളിറ്റി ആടുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം നമ്മളൊരു 25 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഒരു വനാന്തരീക്ഷമായ സ്ഥലത്തിൽ കൂടെ ഉള്ളേരിയയിലേക്ക് എത്തുമ്പോഴാണ് കുറേ അധികം കർഷകരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആടിൻ്റെ തീറ്റക്രമം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നതാണ്. ധാരാളം കിലോമീറ്ററുകളോളം നമ്മൾ യാത്ര ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത്. ധാരാളം കാഴ്ചകൾ നമ്മൾ നിങ്ങളിലേക്ക് കാർഷികപരമായിട്ട് നമ്മൾ എത്തിക്കുന്നുണ്ട്. വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. പരമാവധി ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. നേരെ കാഴ്ചകളിലേക്ക് പോവാം. ഈ ഇല കണ്ടോ? ഇതൊരു പുളിയില പോലത്തെ ഇലയാണ്. ഇവിടുത്തെ മെയിൻ ആഹാരം എന്ന് പറയുന്നത് ഇതാണ്. ഡ്രൈ ആണ്, പച്ചപ്പില്ല, നല്ലപോലെ ഉണങ്ങിയ ഇലയാണ്. എത്ര ഉയർന്ന ഉദ്യോഗമുള്ളവരാണെങ്കിൽ പോലും ഇവിടെ കാർഷിക ജീവിതത്തിന് അവർ ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് കാർഷിക ജീവിതം എന്ന് പറയുന്നത്. കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ അത് നല്ല രീതിയിൽ അവർ ഇവിടെ കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് വളരെ സന്തോഷമാണ് കാർഷിക ജീവിതം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഇലയെന്ന് പറയുന്നത് ഇത് വെട്ടിയിട്ട് ഉണങ്ങിക്കഴിയുമ്പം ഇത് മണ്ണിലിട്ട് ഉണങ്ങുന്നതുകൊണ്ട് തന്നെ ധാരാളം മണ്ണും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്തിൽ കാണും. അതുകൊണ്ട് തന്നെ മണ്ണ് വേർതിരിച്ചെടുക്കുകയാണ്. ഈ കുട്ടികളാണ് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അതിനുശേഷം അവർ ആടിന് വേണ്ടി ആഹാരമായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. തികച്ചും ഒരു ഗ്രാമാന്തരത്തിൽ പ്രദേശത്താണ് നമ്മളുള്ളത്. ഇവിടെ കുറേയധികം കർഷകരുള്ള സ്ഥലമാണ്. ഇവിടെ എല്ലാ വീട്ടിലും 100 കണക്കിന് ആടുകളെ അവർ വളർത്തുന്നുണ്ട്. ഏറ്റവും മെയിനായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത് ഈ അരിപ്പത്തിയുടെ ഇലയാണ്. ചെറിയ ഇലകളാണ്, പുളിയില, നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരു ഇലയാണ്. അതുകൊണ്ട് തന്നെ ആടുകൾ ധാരാളമായിട്ട് ഇത് കഴിക്കും. ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഈ ആഹാരമാണ് ഇവിടെ. ഈ ഇല കണ്ടോ? ഇതൊരു പുളിയില പോലത്തെ ഇലയാണ്. ഇവിടുത്തെ മെയിൻ ആഹാരം എന്ന് പറയുന്നത് ഇതാണ്. ഡ്രൈ ആണ്, പച്ചപ്പില്ല, നല്ലപോലെ ഉണങ്ങിയ ഇലയാണ്. ഇതാണ് നമ്മുടെ ഈ പയ്യനെ ഇടഞ്ഞ് മണ്ണൊക്കെ മാറ്റി കൊണ്ടിട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടത്. ഇവിടുത്തെ മെയിൻ ഒരു ആഹാരമാണ് ഇതും. പിന്നെ ജോയ് എന്ന് പറഞ്ഞ ഗോതമ്പ് പോലത്തെ ഒരു ധാന്യം ഇവിടെ കൊടുക്കും, പിന്നെ വെള്ളവും. അതാണ് ഇവിടുത്തെ മെയിൻ ഫുഡ്. പക്ഷെ ആടുകളെയൊക്കെ നോക്കി നല്ല എനർജറ്റിക്കായിട്ട് നല്ല കൊഴുത്തിരിക്കുകയാണ്. അവർ നല്ലപോലെ അഴിഞ്ഞ് നടന്ന് വളരുന്ന ആടുകളാണ്. വെറും ഡ്രൈ ആണ്. പിന്നെ ഗുണം ഏറെ ഉള്ളൊരു ഇലയാണ്. ഇവിടുത്തെ ആടുകൾക്കുള്ള മെയിൻ ആഹാരമാണ്. ഇതാണ് നമ്മളിപ്പോൾ പയ്യന്മാരെ ഇടയുന്നത് കണ്ടത്. അവർ കഴിക്കുന്നുണ്ടോ? ആർത്തിയോടെ ഭക്ഷിക്കുന്നുണ്ടോ? അരിപ്പത്തി എന്നാണ് ഇതിൻ്റെ പേര്. അരിപ്പത്തി എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഒരു പുളിയില പോലത്തെ ആഹാരമാണ്. ഇവിടെ ധാരാളം ഉണ്ട് ഇതിൻ്റെ കൃഷി. ഇത് വെട്ടിയിട്ടിട്ട് ഉണങ്ങി കഴിയുമ്പം അതിൻ്റെ തണ്ടൊക്കെ ഇടഞ്ഞ് മാറ്റിയിട്ട് ഒരു മുള്ളും ഇതിനകത്തിലുണ്ട്. ആ മുള്ളൊക്കെ ഇടഞ്ഞ് മാറ്റിയിട്ടാണ് ഇവർ ഈ ആടിന് ഒഴിക്കുന്നത്. ആർത്തിയോടെ ഭക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അരിപ്പത്തിയെക്കുറിച്ച് ധാരാളം വിശദീകരിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ധാരാളം കർഷകർ ഇതിൻ്റെ
വിത്ത് ചോദിച്ചും തൈ ചോദിച്ചും ഒക്കെ നമ്മളെ കോൺടാക്ട് ചെയ്തു. പക്ഷേ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ ധാരാളം പച്ചപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇത് ഉഷ്ണമേഖലയിൽ വളരുന്ന ഒരു ചെടിയാണ്. പുളിയില മാതിരി ഇരിക്കും. അരിപ്പത്തി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പല പേരുകളിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഇവിടെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഉഷ്ണമേഖലയിലാണ് ധാരാളം ഇതുണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലെ ആട് വളർത്തൽ രീതി അറിയാമല്ലോ. നമ്മൾ 3 നേരമൊക്കെയാണ് ചിലർ ആഹാരം കൊടുക്കുന്നത്. പരുത്തിപ്പിണ്ണാക്ക്, ഗോതമ്പ്, തവിട്, പിന്നെ കാടി, അങ്ങനെ പലതരത്തിലുള്ള ആഹാരങ്ങൾ ഒരുപാട് വാങ്ങി, നല്ല വിലയാണ് ഇപ്പം ആഹാരത്തിനൊക്കെ. അപ്പോൾ വാങ്ങി കൊടുത്തിട്ട് ആട് വളർത്താൻ സക്സസ് ആകാതെ പോകുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ ആടുകളെ കണ്ടില്ല, ഇത് ബ്രീഡിൻ്റെയാണ് ഇവരുടെ ശരീരം വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് അന്യസംസ്ഥാന ആടുകളിലേക്ക് ആൾക്കാർ പോകുന്നതിൻ്റെ കാരണം തന്നെ. ഇവിടെ ഡ്രൈ ആയിട്ടുള്ള ഇലകൾ, കപ്പലണ്ടിത്തോല്, ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തന്നെ കാണിച്ചല്ലോ. ഈ ആഹാരം കഴിച്ച് വളരുന്ന ആടുകളാണ്. അതുകൊണ്ട് ആഹാരം കഴിക്കുന്ന ആർത്തിയോടുകൂടിയാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ ഈ ആഹാരമാണ്, ഉണങ്ങിയ ആഹാരമാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആടിൻ്റെ ബ്രീഡിൻ്റെയാണ് ഇവരുടെ ഒരു വളർച്ചയെന്ന് പറയുന്നത്. അതാണ് ഈ ആടുകളിൽ നമുക്ക് കാണാനുള്ളത്. അല്ലാതെ നമ്മൾ എന്തെല്ലാം കാശ് മുടക്കിയാലും ആട് വളർത്തൽ വിജയം വരുത്താൻ സാധിക്കത്തില്ല. അപ്പോൾ ബ്രീഡ് അറിഞ്ഞ് ആട് വളർത്തുമ്പോഴാണ് കുറച്ച് സക്സസ്ഫുള്ളായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ആഹാരമാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. രാജസ്ഥാനിലെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് മാക്സിമം സപ്പോർട്ട് നൽകുക. നമ്മുടെ നാട്ടിലെ തെറ്റായ ഒരു ചിന്താഗതിയാണ്, ഒരുപാട് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആടുകൾ അത്രത്തോളം വളർന്നു വരും എന്നൊരു തെറ്റായ ചിന്താഗതിയോട് കൂടിയാണ് നമ്മുടെ നാട്ടിൽ പലരും ആടിനെ വളർത്തുന്നത്. കാരണം നാടൻ മലബാറി ആടുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, അവർക്ക് എത്ര ആഹാരം കൊടുത്താലും അവരുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 45 കിലോ, 50 കിലോ, 55 കിലോയ്ക്ക് മുകളിലേക്കൊന്നും പോകാറില്ല എന്നുള്ളതാണ്. ബ്രീഡ് ആടുകളെന്ന് പറയുമ്പം നല്ല രീതിയിൽ വളരും. 70 കിലോ, 80 കിലോ, 100 കിലോ, 125 കിലോ ഒക്കെ വളരുന്ന ആടുകളാണ്. അത് ബ്രീഡിൻ്റെയാണ്. ആ ബ്രീഡ് ക്വാളിറ്റി കൊണ്ടാണ് അവർ വളരുന്നത്. അല്ലാതെ ആഹാരം കൊടുത്ത് ഒരു മലബാറി ആടിനെ നമുക്ക് 80 കിലോ, 90 കിലോയിലേക്ക് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബ്രീഡ് അറിഞ്ഞ് ആടുകളെ വളർത്തുക, അതിൻ്റെ പരിപാലനം അറിയുക, ആഹാരം എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള ആഹാരമാണ് അതിനെ കൊടുക്കേണ്ടത്, ഒരാടിന് ഒരു ദിവസം എത്ര ആഹാരമാണ് വേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി ആടിനെ വളർത്തുമ്പോഴാണ് ആട് വളർത്തൽ കൂടുതൽ ലാഭകരമാകുന്നത്. എന്തായാലും രാജസ്ഥാനിലെ വീഡിയോ ഒരുപാട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അറിവുകൾ എന്തെല്ലാം ആണ് ആട് വളർത്തലിനെക്കുറിച്ച് കമൻറ്റിലൂടെ സംശയങ്ങൾ ഉന്നയിച്ചാൽ നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് രാജസ്ഥാൻ അജ്മീർ പുഷ്കറിലാണ്. ഇവിടെ സിരോഹി, സോജത്ത്, കരോളിയൊക്കെ തുടങ്ങിയ കുറേ ആടുകളെ വളർത്തുന്ന ഒരു കർഷകൻ്റെ വീട്ടിലാണ്. ഇവിടുത്തെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. Bye. Throw out 5. Got it.